നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പെരുമഴ. മഴക്കെടുതിയിൽ ഇന്ന് 9 മരണം, 5 പേരെ കാണാതായി. മണ്ണിടിഞ്ഞും മരങ്ങൾ വീണും കനത്ത നാശം. 200-ലേറെ വീടുകൾ തകർന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. റോഡ് റെയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കടലാക്രമണവും രൂക്ഷം. കോട്ടയം, കൊല്ലം, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. നിലമ്പൂരിൽ എം സ്വരാജ് LDF സ്ഥാനാർത്ഥി. രാഷ്ട്രീയ പോരാട്ടമെന്ന MV ഗോവിന്ദൻ. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങളുടെ അംഗീകാരമായി നിലമ്പൂർ മാറുമെന്ന് എം സ്വരാജ്. മുന്നണിയിൽ അസോസിയേറ്റ് അംഗത്വം നൽകാമെന്ന UDF നിർദ്ദേശം തള്ളി PV അൻവർ. നിലപാട് അറിയിക്കാൻ നാളെ രാവിലെ 9 മണിക്ക് അൻവറിന്റെ വാർത്താ സമ്മേളനം. ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയെന്ന നേട്ടം നിലനിർത്തി ഇന്ത്യ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ GDP വളർച്ച 6.5%. 4ാം പാദത്തിൽ 7.4% വളർച്ച നേടി ഭാരതം. കൊച്ചിയിലെ ചരക്ക് കപ്പൽ അപകടത്തിൽ 3 വിദഗ്ധ സമിതികൾ രൂപീകരിച്ച സർക്കാർ. അപകടത്തിന്റെ ആഘാതം വിലയിരുത്തും. മലിനീകരണത്തെക്കുറിച്ചും പഠിക്കും. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. കപ്പൽ കമ്പനിയുമായി ചർച്ച നടത്തും. UAE-യിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്വദേശി ജീവനക്കാരൻ രാജിവെച്ചാൽ പുതിയ നിയമനം 2 മാസത്തിനുള്ളിൽ നടത്തണം. കാലാവധിക്കുള്ളിൽ നിയമനം നടന്നില്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് സംസ്ഥാനത്ത് 8 മരണം റിപ്പോർട്ട് ചെയ്തു. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു. നാളെ എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ്. കോട്ടയം, കൊല്ലം, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. തിരുവനന്തപുരത്ത് ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. കൊല്ലത്ത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പലയിടത്തും വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും ഒടിഞ്ഞു വീണു. ജില്ലയിൽ 6 വീടുകൾ മഴക്കെടുതിയിൽ പൂർണ്ണമായി തകർന്നു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കൊല്ലം ജില്ലയിൽ പലയിടത്തും വൈദ്യുതി പോസ്റ്റുകളും മരങ്ങളും ഒടിഞ്ഞു വീണാണ് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായത്. കൊട്ടാരക്കര അമ്പലക്കരയിൽ സാംകുട്ടി എന്ന കർഷകന്റെ വീടിന് മുകളിൽ മരം വീണു. ശക്തമായ മഴയിൽ വീടിന് സമീപം നീന്ന ആഞ്ഞിലി മരം കടപുഴകി വീഴുകയായിരുന്നു. വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. കുണ്ടറ, കാഞ്ഞിരക്കോട്, കാക്കോലിയിലും മരങ്ങൾ വീണ് വീട് തകർന്നു. അഞ്ചൽ ഏരൂരിൽ മരം വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. ഏരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിയുടെ വീടാണ് തകർന്നത്. കൊട്ടാരക്കര വെട്ടിക്കവല മഹാദേവ ക്ഷേത്രത്തിൽ ആൽമരം പിഴുതു വീണു. കാവനാട് ശക്തമായ കാറ്റിൽ മരച്ചില്ല വീണ് കാർ തകർന്നു. കാലവർഷക്കെടുതിയിൽ കൊല്ലം കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങി. തുടർച്ചയായി പ്രവർത്തിച്ചതിനാൽ ജനറേറ്ററിലെ ഇന്ധനവും തീർന്നതോടെ ഇത് ആശുപത്രി പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. പള്ളിക്കൽ നദിയിലെ ആനയടി സ്റ്റേഷനിൽ ജലനിരപ്പ് മുന്നറിയിപ്പ് നില കടന്നു. നദിയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പള്ളിക്കൽ നദിയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മഴയുടെ പശ്ചാത്തലത്തിൽ നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ട്യൂഷൻ സെന്ററുകളും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. 6 വീടുകൾ പൂർണ്ണമായും 142 വീടുകൾ ഭാഗികമായും തകർന്നെന്നാണ് മഴക്കെടുതിയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക കണക്കുകളിൽ പറയുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. ശക്തമായ മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ വ്യാപക നാശനഷ്ടം. 197 വീടുകൾ ഭാഗികമായും 4 വീടുകൾ പൂർണ്ണമായും തകർന്നു. വിവിധ താലൂക്കുകളിലായി 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇതുവരെ 2.52 കോടി രൂപയുടെ നാശനഷ്ടമാണ് കൃഷിയിൽ കണക്കാക്കിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ മഴക്കെടുതിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. തിരുവല്ല, റാന്നി, അടൂർ, കോഴഞ്ചേരി, കോന്നി, മല്ലപ്പള്ളി താലൂക്കുകളിലായി 197 വീടുകൾ ഭാഗികമായും, കോഴഞ്ചേരി, അടൂർ താലൂക്കുകളിൽ 2 വീതം വീടുകൾ പൂർണ്ണമായും തകർന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികളെല്ലാം നിറഞ്ഞൊഴുകുകയാണ്. ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ഇവിടങ്ങളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ 8 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. തിരുവല്ല താലൂക്കിൽ 6ഉം മല്ലപ്പള്ളി, കോന്നി താലൂക്കുകളിൽ 1 വീതം ക്യാമ്പുകളുമാണ് പ്രവർത്തിക്കുന്നത്. 40 കുടുംബങ്ങളിലായി 67 പുരുഷന്മാരും 56 സ്ത്രീകളും 17 കുട്ടികളും ഉൾപ്പെടെ 140 പേരാണ് ക്യാമ്പിലുള്ളത്.
ജില്ലയിൽ ഇതുവരെ 2.52 കോടി രൂപയുടെ കൃഷിനാശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 90.75 ഹെക്ടർ സ്ഥലത്ത് വിവിധ കാർഷിക വിളകൾ നശിച്ചു. 1676 കർഷകർക്കാണ് നാശനഷ്ടമുണ്ടായത്. അടൂർ ബ്ലോക്കിലാണ് കൂടുതൽ നാശം. നെല്ല്, വാഴ, റബ്ബർ എന്നിവയാണ് കൂടുതൽ നശിച്ചത്. ശക്തമായ കാറ്റിലും മഴയിലും KSEBിക്കും കനത്ത നഷ്ടമുണ്ടായി. മരങ്ങൾ വീണ് 124 ഹൈടെൻഷൻ പോസ്റ്റും 677 ലോ ടെൻഷൻ പോസ്റ്റും തകർന്നു. 992 ട്രാൻസ്ഫോമറുകളും തകരാറിലായി. അമൃത ന്യൂസ്, പത്തനംതിട്ട. മധ്യ കേരളത്തിലും കനത്ത മഴ തുടരുകയാണ്. എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ 6 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയിലെ 216 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. എല്ലാ ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചു തുടങ്ങി. മധ്യ കേരളത്തിൽ ശക്തമായ മഴയെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് 14 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം ജില്ലയിൽ 12 ക്യാമ്പുകളാണ് തുറന്ന് പ്രവർത്തിച്ചത്. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ 130 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ തോരാതെ പെയ്യുന്ന മഴയിൽ തോട്ടപ്പള്ളി, പുറക്കാട് തുടങ്ങിയ കിഴക്കൻ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഇവിടുത്തെ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറിയതോടെ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടെ കോട്ടയം ജില്ലയിലും ശക്തമായ മഴയാണ് പെയ്തത്. മലയോര മേഖലയിൽ ഉൾപ്പെടെ ജില്ലയിലെമ്പാടും ഇടമുറിയാത്ത മഴയാണ് രേഖപ്പെടുത്തുന്നത്. ഇതേ തുടർന്ന് കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും ഉയരുന്നുണ്ട്. കോട്ടയം നഗരസഭയുടെയും സമീപ പഞ്ചായത്തുകളുടെയും പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ വെള്ളം കയറിയിരുന്നു. നിലവിൽ ജലനിരപ്പ് ഉയരുന്നതോടെ കൂടുതൽ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ 3 വീടുകൾ പൂർണ്ണമായും 213 വീടുകൾ ഭാഗികമായും തകർന്നു. തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. വടക്കൻ ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. മലപ്പുറത്തും കണ്ണൂരും വെള്ളത്തിൽ വീണ 2 പേരെ കാണാതായി. വയനാട്ടിൽ താൽക്കാലിക പാലം ഒലിച്ചുപോയി. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കണ്ണൂരിൽ പലയിടങ്ങളിലും നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഒരാഴ്ചയായി വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാണ്. ശമനമില്ലാതെ പെയ്യുന്ന മഴയിലും ശക്തമായ കാറ്റിലും വൻ നാശനഷ്ടമാണ് ഇതുവരെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തത്. ശക്തമായ കാറ്റിൽ കോഴിക്കോട് നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ തണൽമരം കടപുഴകി വീണ് 10ലേറെ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു. വൈദ്യുതി ലൈനുകൾക്കിടയിൽപ്പെട്ട് കാർ മറിഞ്ഞു. കനത്ത മഴയിൽ ബാലുശ്ശേരിയിലും പെരുമണ്ണയിലും വീട് തകർന്നു. തൃക്കളയൂർ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ ഷറഫുദ്ദീന്റെ വീട് അപകട ഭീഷണിയിലാണ്. കക്കയം മലയോര ഹൈവേയിൽ മണ്ണിടിഞ്ഞു. കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് തലയാട്, കുറ്റ്യാടി പുഴയുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. കണ്ണൂർ താവക്കരയിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് 50ഓളം കുടുംബങ്ങളെ മാറ്റി. എടക്കാട് മാരാങ്കണ്ടി തോട്ടിൽ പോത്തൊലിച്ചെത്തി. ശക്തമായ മഴയിൽ വയനാട് തൊണ്ടർനാട് പഞ്ചായത്തിലെ കുഞ്ഞോത്ത് ഹൈസ്കൂൾ റോഡിലെ താൽക്കാലിക പാലം ഒഴുകിപ്പോയി. വരും മണിക്കൂറുകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വടക്കൻ ജില്ലകളിലെ മലയോര തീരദേശ മേഖലയിലുള്ളവരോട് പ്രത്യേക ജാഗ്രത പുലർത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. അമൃത ന്യൂസ്, കോഴിക്കോട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി M സ്വരാജിനെ പ്രഖ്യാപിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പോരാട്ടമായാണ് കാണുന്നതെന്നും രാഷ്ട്രീയം പറഞ്ഞു തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങളുടെ അംഗീകാരമായി നിലമ്പൂർ മാറുമെന്ന് സ്ഥാനാർത്ഥി M സ്വരാജും പ്രതികരിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയായി M സ്വരാജിനെ പ്രഖ്യാപിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ ഉച്ചയോടെ തന്നെ പ്രഖ്യാപനമുണ്ടായി. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ CPM തന്നെ മത്സരിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മുൻ MLA M സ്വരാജിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ സഖാവ് M സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. മുന്നണിയെ ഒറ്റുകൊടുത്ത് UDFനൊപ്പം പോയ യൂദാസാണ് PV അൻവറെന്നും അൻവറിന്റെ ദയനീയ ചിത്രമാണ് ഇപ്പോൾ കാണുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അൻവർ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒറ്റുകൊടുത്ത യൂദാസിൻ്റെ സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത്. അൻവർ വരുന്നോ വരുന്നില്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അയാൾ മത്സരിക്കുന്നോ മത്സരിക്കുന്നില്ലയോ എന്നുള്ളതും ഞങ്ങൾക്ക് പ്രശ്നമല്ല.
കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ സാഹചര്യം നിലമ്പൂരിലുണ്ടെന്നും LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി നിലമ്പൂർ മാറുമെന്നും സ്ഥാനാർത്ഥി M സ്വരാജും പ്രതികരിച്ചു. LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും. നല്ല ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം LDFന് CPIMനുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു നാന്ദിയായി മാറും. നിലമ്പൂരിൽ ധൈര്യമുണ്ടെങ്കിൽ LDF സ്ഥാനാർത്ഥിയായി നാട്ടുകാരൻ കൂടിയായ M സ്വരാജിനെ കൊണ്ടുവരണമെന്ന കോൺഗ്രസ് നേതാവ് VT ബൽറാമിനും സ്വരാജ് മറുപടി നൽകി. അപ്പോൾ ഞാൻ മത്സരിക്കണമെന്നത് പ്രതിപക്ഷം കൂടി ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ കൂടി അംഗീകാരം ഈ സ്ഥാനാർത്ഥിത്വത്തിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത ഒരാളാണെന്ന് അവർ പറഞ്ഞിട്ടില്ലല്ലോ. അതെ, അപ്പോൾ അവരുടെ എല്ലാ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേസമയം CPM നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തേടിയെങ്കിലും അഭിമാന പോരാട്ടം എന്ന നിലയിലാണ് പാർട്ടി ചിഹ്നത്തിൽ നാട്ടുകാരൻ കൂടിയായ സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് എത്തിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി M സ്വരാജ് അങ്കത്തട്ടിലിറങ്ങുന്നതോടെ തീ പാറുന്ന പോരാട്ടത്തിനാണ് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് ഒത്ത എതിരാളിയായി അണികളിൽ ആവേശം കൊള്ളിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ സ്വരാജിനെ കളത്തിലിറക്കി കോൺഗ്രസിന്റെയും അൻവറിന്റെയും വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് CPM. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായി പാർട്ടി നിയോഗിച്ച നേതാവായിരുന്നു M സ്വരാജ്. മണ്ഡലത്തിന്റെ സ്പന്ദനങ്ങളും അടിയൊഴുക്കും ഏറ്റവും നന്നായി അറിയാവുന്ന ആൾ തന്നെ പ്രചാരണം ഏകോപിപ്പിച്ച് മേൽക്കൈ നേടാനായിരുന്നു തീരുമാനം. എന്നാൽ UDFനുള്ളിൽ PV അൻവർ ഉയർത്തിയ വിവാദ ചുഴിയിൽ കലങ്ങിമറിഞ്ഞ നിലമ്പൂർ രാഷ്ട്രീയം CPMന് നൽകിയ മുറിവും ചെറുതായിരുന്നില്ല. ആദ്യവസാനം വരെ സ്വതന്ത്രരെ തപ്പിയിറങ്ങിയ CPMന് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നടക്കം പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഇറക്കാൻ വെല്ലുവിളികൾ ഉയർന്നുകൊണ്ടിരുന്നു. VT ബൽറാം സ്വരാജിനെ പേരെടുത്തു പറഞ്ഞാണ് വെല്ലുവിളിച്ചത്. ഇതിനിടെ ഉയർന്നു വന്ന പല സ്വതന്ത്രരിലും പാർട്ടിക്ക് സമവായത്തിലെത്താനും കഴിഞ്ഞില്ല. സാമുദായിക രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉടക്കിയപ്പോൾ നീക്കങ്ങൾ പലതും പാളി. പ്രമുഖനായ കോൺഗ്രസ് നേതാവിനെ മറുകണ്ഠം ചാടിക്കാനുള്ള ശ്രമവും അവസാന നിമിഷം ഫലം കണ്ടില്ല. ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ നിർണായക തീരുമാനമെടുത്തു. വെല്ലുവിളി ഏറ്റെടുക്കാൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായ സാക്ഷാൽ M സ്വരാജ് തന്നെ അങ്കത്തട്ടിലിറങ്ങുക. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യമില്ല എന്ന ആക്ഷേപം വർഷങ്ങളായി കേൾക്കുന്ന മണ്ഡലത്തിൽ ഒരു പോരാളിയായി ഇറങ്ങാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററും തൃപ്പൂണിത്തുറ മുൻ MLAയുമായ M സ്വരാജിനെ പാർട്ടി നിയോഗിച്ചു. മുൻകാലങ്ങളിലെ അൻവറിന്റെ സ്വാധീനം കൊണ്ട് ഇടതിന് വളക്കൂറുള്ള മണ്ണായി നിലമ്പൂർ മാറിക്കഴിഞ്ഞു എന്നതും സ്വരാജിനെ പോലെ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാവുമ്പോൾ സാഹചര്യം അനുകൂലമാകുമെന്നാണ് CPM വിലയിരുത്തുന്നത്. പൊതുവേദികളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും തന്റെ പ്രസംഗങ്ങൾ കൊണ്ട് വലിയൊരു അനുയായി വൃന്ദത്തെ ഒപ്പം കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ള M സ്വരാജ് CPMന്റെ രണ്ടാം തലമുറയിൽ ഏറെ പ്രതീക്ഷ മുഖം കൂടിയാണ്. കരുത്തനായ നേതാവിനെ കളത്തിലിറക്കി അൻവറിനെയും കോൺഗ്രസിനെയും ഒരേ സമയം നിലംപരിശാക്കാൻ കഴിയുമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അൻവർ UDF തർക്കം തുടരുകയാണ്. അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാമെന്ന UDF ഘടകകക്ഷിയാക്കണമെന്നും തീരുമാനം നാളെയെന്നും അൻവറും അറിയിച്ചു. പ്രശ്നപരിഹാരത്തിനായി ഒരു പകൽ കാത്തിരുന്നിട്ടും അൻവർ UDF തർക്കം തീർന്നില്ല. വൈകിട്ട് നടന്ന ഓൺലൈൻ യോഗത്തിലാണ് തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റ് അംഗമാക്കാൻ UDF തീരുമാനിച്ചത്. എന്നാൽ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ അൻവർ അംഗീകരിക്കണം. ആര്യാടൻ ഷൗക്കത്തിനെതിരായ PV അൻവറിന്റെ പരാമർശത്തിനെതിരെ യോഗത്തിൽ വിമർശനമുയർന്നു. അൻവറുമായി സംസാരിക്കാൻ കൺവീനർ അടൂർ പ്രകാശിനെ UDF ചുമതലപ്പെടുത്തി. എന്നാൽ അസോസിയേറ്റ് അംഗത്വം പോരാ, സ്ഥിരാംഗത്വം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ. നാളെ അൻവർ തീരുമാനം വ്യക്തമാക്കും. PV അൻവറിന്റെ മുദ്രാവാക്യവും UDFന്റെ മുദ്രാവാക്യവും ഒന്നാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. അൻവർ UDFുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ നിമിഷം വരെയുള്ള പ്രതീക്ഷയെന്നും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്ന തത്വമാണ് UDFനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോരാട്ടമാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന കാര്യം അൻവർ പറയട്ടെ. അൻവറിന്റെ വിഷയത്തിൽ UDFിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നും LDF പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയതുകൊണ്ട് നിവൃത്തികേടുകൊണ്ടാണെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സ്ഥാനാർത്ഥി പുതുപ്പള്ളി പള്ളിയിലെത്തി കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയത്. ചാണ്ടി ഉമ്മൻ MLA, ഫ്രാൻസിസ് ജോർജ് MP, KC ജോസഫ് തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ തന്നോടൊപ്പമുണ്ടെന്ന് ഷൗക്കത്ത് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുൻപേ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായെന്നും ഷൗക്കത്ത് പറഞ്ഞു.
മറ്റു വാർത്തകൾ നോക്കാം. കൊച്ചി തീരത്തെ കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് അപകടത്തിൽപ്പെട്ട കപ്പൽ കമ്പനിയുടെ MSCയുമായി ചർച്ച നടത്താൻ സർക്കാർ 3 വിദഗ്ധ സമിതികൾ രൂപീകരിച്ചു. പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറി എന്നിവർ അധ്യക്ഷന്മാരായ സമിതികളാണ് രൂപീകരിച്ചത്. പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയാണ് പ്രിൻസിപ്പൽ ഇമ്പാക്ട് അസസ്മെന്റ് ഓഫീസർ. ഇദ്ദേഹമാണ് കപ്പൽ കമ്പനിയുമായി ചർച്ച നടത്തുന്ന നോഡൽ ഓഫീസർ. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി ചർച്ച ചെയ്യും. മലിനീകരണം പഠിക്കാനാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ 7 അംഗങ്ങളും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയിൽ 8 അംഗങ്ങളുമാണുള്ളത്. 4ാം പാദത്തിൽ മികച്ച വളർച്ചാ നിരക്കുമായി ഇന്ത്യ. 7.4% GDP വളർച്ചാ നിരക്കാണ് 4ാം പാദത്തിൽ രാജ്യം കൈവരിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തെ ആകെ GDP വളർച്ചാ നിരക്ക് 6.5% സർക്കാർ പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നു. കോവിഡ് പ്രതിസന്ധി സൃഷ്ടിച്ച 2020-21 നെഗറ്റീവ് 5.8% ശേഷമുള്ള ഏറ്റവും താഴ്ന്ന വളർച്ചാ നിരക്കാണ് കഴിഞ്ഞ വർഷത്തേത്. ഇന്ത്യ 6.5% GDP വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തുമെന്നായിരുന്നു കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും പ്രതീക്ഷിച്ചിരുന്നത്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കഴിഞ്ഞ പാദത്തിൽ പലിശ നിരക്കും നികുതി ഭാരവും കുറഞ്ഞതാണ് നേട്ടമായത്. UAE നടപ്പാക്കുന്ന സ്വദേശിവൽക്കരണ നിയമപ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്വദേശി ജീവനക്കാരൻ രാജിവെച്ചാൽ പുതിയ നിയമനം നടത്തുന്നതിന് 2 മാസം സമയം ലഭിക്കും. ഈ കാലാവധി കഴിഞ്ഞും നിയമനം നടന്നില്ലെങ്കിൽ പിഴ അടക്കേണ്ടി വരുമെന്നും മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ കരാർ ലംഘനം, ജോലിക്ക് ഹാജരാകാതിരിക്കൽ എന്നീ കാരണങ്ങളാൽ സ്വദേശി ജീവനക്കാരനെ പിരിച്ചുവിട്ടാലും 2 മാസത്തിനകം പുതിയ നിയമനം നടത്തണം. 50 ജീവനക്കാരിൽ കൂടുതലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ വർഷത്തിൽ 2 സ്വദേശികളെ ജോലിക്കെടുക്കണമെന്നാണ് നിയമം. നിയമം പാലിച്ചില്ലെങ്കിൽ പ്രതിമാസം 8000 ദിർഹമാണ് പിഴ അടക്കേണ്ടത്. 20 മുതൽ 49 പേർ വരെ ജീവനക്കാരുള്ള സ്ഥാപനം പ്രതിവർഷം 1 സ്വദേശിക്കാണ് ജോലി നൽകേണ്ടത്. അടിയന്തര ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചതിന്റെ പേരിൽ UAEയിൽ കഴിഞ്ഞ വർഷം 325 വാഹനങ്ങൾക്ക് പിഴ ശിക്ഷ ലഭിച്ചു. ദുബായ് എമിറേറ്റിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ നടന്നത്. ആംബുലൻസ്, സിവിൽ ഡിഫൻസ് വാഹനങ്ങൾ, മിലിറ്ററി വാഹനങ്ങൾ, സൈറനുകളും എമർജൻസി ലൈറ്റുകളുമുള്ള പോലീസ് വാഹനങ്ങൾ, ഔദ്യോഗിക വാഹനങ്ങൾ, സേവന ആവശ്യങ്ങൾക്കായി പ്രത്യേക അനുമതിയുള്ള വാഹനങ്ങൾ എന്നിവയ്ക്ക് മാർഗതടസ്സം സൃഷ്ടിക്കരുതെന്നാണ് നിയമം. 3000 ദിർഹം പിഴയും 30 ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടലുമാണ് ഇത്തരം നിയമലംഘനത്തിനുള്ള ശിക്ഷ. ഹോട്ടലിൽ താമസിച്ച് ഭിക്ഷാടനം നടത്തിയിരുന്ന 41 പേരടങ്ങുന്ന സംഘത്തെ ദുബായ് പോലീസ് പിടികൂടി. ഇവരിൽ നിന്നും 64,000-ലേറെ ദിർഹവും പിടിച്ചെടുത്തു. പിടികൂടിയവരെല്ലാം അറബ് പൗരന്മാരാണ്. ഓപ്പറേഷൻ അൽ മിസ്ബാഹ് എന്ന പേരിൽ ദുബായ് പോലീസ് നടത്തിയ പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഭിക്ഷാടക സംഘത്തെ പിടികൂടിയത്. വിസിറ്റ് വിസയിൽ രാജ്യത്തെത്തി ഹോട്ടലിൽ താമസിച്ച് ഭിക്ഷാടനം നടത്തുന്ന രീതിയായിരുന്നു ഇവരുടേത്. പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന മാലകൾ വിൽക്കുന്നുവെന്ന വ്യാജേന ഭിക്ഷാടനം നടത്തുന്നവരെക്കുറിച്ച് ദുബായ് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. ഭിക്ഷാടനത്തിനെതിരെ കർശന നടപടികളാണ് UAE കൈക്കൊള്ളുന്നത്. 40 വർഷത്തിനു ശേഷം പുതിയ മാധ്യമ നിയന്ത്രണ നിയമം പ്രഖ്യാപിച്ച് UAE. വ്യക്തികളുടെ പേരിലും സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുമുള്ള എല്ലാ മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്നതാണ് നിയമം. പുതിയ കാലത്തിന്റെ മാറ്റങ്ങളും മാധ്യമ മേഖലയിലെ പുതുമകളും ഉൾക്കൊള്ളുന്നതാണ് UAE മീഡിയ കൗൺസിൽ അവതരിപ്പിച്ച പുതിയ നിയമം. വിവിധ മതവിശ്വാസങ്ങൾ, UAEയുടെ പരമാധികാരം, ദേശീയ സ്ഥാപനങ്ങൾ എന്നിവയോടുള്ള ബഹുമാനം, സ്വകാര്യതാ അവകാശങ്ങൾ എന്നിവ ഉൾക്കൊണ്ടാണ് പുതിയ മാധ്യമ നിയന്ത്രണ നിയമം പ്രഖ്യാപിച്ചത്. ദേശീയ അസ്തിത്വം സംരക്ഷിക്കുക, പരസ്യങ്ങൾ സുതാര്യമാകുക, ആരോഗ്യ സംബന്ധമായ അനധികൃത പരസ്യങ്ങൾ നിരോധിക്കുക എന്നിങ്ങനെ കർശന മാനദണ്ഡങ്ങളും നിയമം മുന്നോട്ട് വയ്ക്കുന്നു. നിയമലംഘനങ്ങൾക്ക് താൽക്കാലിക നിരോധനം, 2 ലക്ഷം ദിർഹം വരെ പിഴ, സമ്പൂർണ്ണ നിരോധനം എന്നിങ്ങനെ ശിക്ഷയും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. കുവൈറ്റിൽ പ്രവാസികളുടെ ശരാശരി പ്രതിമാസ വേതനം 340 ദിനാറായി ഉയർന്നുവെന്ന് മാനവശേഷി സമിതി. 2023 ഇത് 337 ദിനാറായിരുന്നു. സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ ശമ്പളം 1.33% വർദ്ധിച്ച് 762 ദിനാറായി ഉയർന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ വർഷം 752 ദിനാറായിരുന്നു ഇത്. സ്വകാര്യ മേഖലയിലും പ്രവാസികളുടെ ശരാശരി ശമ്പളം 0.94% വർദ്ധിച്ചു. 2023 317 ദിനാറായിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ വർഷം 320 ദിനാറായി ഉയർന്നു. പ്രവാസി പുരുഷന്മാരുടെ ശരാശരി വേതനം 318 ദിനാറിൽ നിന്ന് 0.63% വർദ്ധിച്ച് 320 ദിനാറായി. പ്രവാസി സ്ത്രീകളുടെ ശരാശരി വേതനം 475 ദിനാറിൽ നിന്ന് 479 ദിനാറായി ഉയർന്നുവെന്നും സ്ഥിതിവിവര കണക്കിൽ വ്യക്തമാക്കുന്നു.
കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സ്വദേശികളുടെ ശരാശരി പ്രതിമാസ വേതനം 6.3% വർദ്ധിച്ച് 1568 ദിനാറായി ഉയർന്നു. 2020 ഇത് 1474 ദിനാറായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കുവൈറ്റിലെ പൊതു സ്വകാര്യ വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്യാന്റീനുകളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് പുതിയ നിയന്ത്രണം. ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തിയത്. സ്കൂൾ ഭക്ഷണക്രമം സന്തുലിതപ്പെടുത്തുക, ദോഷകരമായ ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തുക, വിദ്യാർത്ഥികൾക്കിടയിൽ ആരോഗ്യകരമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പുതിയ നിയന്ത്രണങ്ങൾ വഴി ലക്ഷ്യമാക്കുന്നത്. പുതിയ നിയമപ്രകാരം വിദ്യാലയങ്ങളിലെ ക്യാന്റീനുകളിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് പരിചയവും സാധുവായ ആരോഗ്യക്ഷമതാ കാർഡും നിർബന്ധമാണ്. ക്യാന്റീനുകളിൽ ഗൾഫ് രാജ്യങ്ങളിലെ ട്രാൻസ്ഫാറ്റ് നിരോധന നിയന്ത്രണങ്ങൾ പാലിക്കുകയും ചെയ്തിരിക്കണം. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ താൽക്കാലികമായ അടച്ചുപൂട്ടൽ, 500 മുതൽ 3000 ദിനാർ വരെ പിഴ എന്നീ ശിക്ഷകൾ ചുമത്തുവാനും പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇന്ത്യയിലേക്ക് മൂലധന ഒഴുക്ക് വർദ്ധിക്കുവാനും സൗദിയും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്താനുമായി വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപ നിയമങ്ങളിൽ നിന്ന് സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനെ ഒഴിവാക്കി. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന് ഇളവുകൾ നൽകാൻ ഇന്ത്യ സമ്മതിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അനുബന്ധ സ്ഥാപനങ്ങളെ ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് നേരത്തെ രാജ്യത്തെ നിയമങ്ങൾ തടഞ്ഞിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഏപ്രിലിൽ നടത്തിയ സൗദി സന്ദർശനത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഊർജ്ജം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ധാരണയായിരുന്നു. ഈ വർഷത്തെ ഹജ്ജ് ദിനങ്ങളിൽ മക്കയിലെയും മദീനയിലെയും പുണ്യസ്ഥലങ്ങളിൽ കടുത്ത ചൂട് അനുഭവപ്പെടുമെന്ന് സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചു. താപനില 40 ഡിഗ്രി സെൽഷ്യസ് മുതൽ 47 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. ഹജ്ജ് ആരംഭിക്കുന്ന ദിവസങ്ങളായ ദുൽഹജ്ജ് 7 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ മക്കയിലും പുണ്യസ്ഥലങ്ങളിലും കൂടിയ താപനില 44 ഡിഗ്രി മുതൽ 47 ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞത് 28 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി വരെയും ആകും. ഈർപ്പം 20% മുതൽ 60% വരെയും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 15 മുതൽ 35 കിലോമീറ്റർ വരെയും ആയിരിക്കും. മദീനയിൽ ദുൽഹജ്ജ് 1 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ കൂടിയ താപനില 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെയും കുറഞ്ഞ താപനില 24 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് വരെയും പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ അടക്കമുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് ജിദ്ദയിലും മക്കയിലും മദീനയിലും വിവിധ സേവന പ്രവർത്തനങ്ങളുമായി OICC രംഗത്ത്. ജിദ്ദ ഹജ്ജ് ടെർമിനൽ വഴി എത്തിയ ഹജ്ജ് തീർത്ഥാടകർക്ക് കടുത്ത ചൂടിൽ നിന്ന് സംരക്ഷണമേകാനായി 300-ലധികം കുടകളാണ് OICC മലപ്പുറം ജില്ലാ ജിദ്ദ കമ്മിറ്റി വിതരണം ചെയ്തത്. CA മുഹമ്മദ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അസീസ് ലാക്കലിന്റെ നേതൃത്വത്തിൽ UM ഹുസൈൻ മലപ്പുറം, ഫൈസൽ മക്കരപ്പറമ്പ്, ഉസ്മാൻ കുണ്ടുകാവിൽ, അമീർ പരപ്പനങ്ങാടി എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. പ്രമുഖ ഇന്ത്യൻ ബേബി കെയർ ബ്രാൻഡായ പോപ്പീസ് UAEയിലും ചുവടുറപ്പിക്കുന്നു. പോപ്പീസ് ബേബി കെയറിന്റെ 2ാമത് ഷോറൂം ഷാർജ അൽ നഹ്ദയിലെ സഹാറ മാളിൽ തുറന്നു. ആഗോളതലത്തിൽ ബ്രാൻഡിന്റെ 92ാമത്തെ സ്റ്റോറാണ് ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഏറ്റവും ഗുണമേന്മയുള്ള ബേബി കെയർ ഉൽപ്പന്നങ്ങളാണ് പോപ്പീസിന്റെ മുഖമുദ്രയെന്ന് മാനേജിംഗ് ഡയറക്ടർ ഷാജു തോമസ് പറഞ്ഞു. ദുബായ് പോലീസ് മേജർ ഡോക്ടർ അൽ ഒമർ മസൂക്കി ഉദ്ഘാടനം നിർവഹിച്ചു. പ്ലാസ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ നിഷാദ് സൈനുദ്ദീൻ, പോപ്പീസ് ഗ്രൂപ്പ് ബിസിനസ് ഹെഡ് സുനിൽ ജോർജ്, ജനറൽ മാനേജർ ഷഫീഖ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അബുദാബി ഡെൽമ മാളിൽ പോപ്പീസിന്റെ ഷോറൂം ഈ മാസം ആദ്യം പ്രവർത്തനം ആരംഭിച്ചിരുന്നു. മറ്റ് GCC രാജ്യങ്ങളിലും ഷോറൂമുകൾ ഉടൻ തുറക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കുവൈറ്റിൽ ആദ്യത്തെ സ്കിൻ ബാങ്കും മൈക്രോസ്കോപ്പിക് സർജറി ലബോറട്ടറിയും സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി. സമഗ്രവും മികച്ചതുമായ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് മെഡിസിൻ എന്നിവയെക്കുറിച്ചുള്ള 2ാമത് മൾട്ടി ഡിസിപ്ലിനറി കുവൈറ്റ് കോൺഫറൻസിന്റെ ഉദ്ഘാടന വേളയിലാണ് മന്ത്രി അൽ അവാദി ഇക്കാര്യം അറിയിച്ചത്. അൽ ബാബ്തെയിൻ സെന്റർ ഫോർ ബേൺസ് ആൻഡ് പ്ലാസ്റ്റിക് സർജറി സർജൻസ് അസോസിയേഷനുമായി സഹകരിച്ചാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചത്. മലപ്പുറം കാളികാവിൽ കടുവയെ പിടികൂടാനായി സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കേരള എസ്റ്റേറ്റ് വില്ലേജിലെ CT എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കഴിഞ്ഞ 15-ന് അടയ്ക്കാക്കുണ്ട് പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടുവ കടിച്ചുകൊന്നിരുന്നു. ഇതിനെ തുടർന്ന് വനം വകുപ്പ് സ്ഥാപിച്ച 3ാമത്തെ കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുലി കുടുങ്ങിയത്. പുലിയെ കൊണ്ടുപോകാനെത്തിയ വനം വകുപ്പിന്റെ വാഹനം നാട്ടുകാർ തടഞ്ഞു. പുലിയെ എവിടേക്കാണ് കൊണ്ടുപോയി വിടുന്നതെന്ന് രേഖാമൂലം എഴുതി നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എന്നാൽ വനം വകുപ്പ് ഇതിന് തയ്യാറായില്ല. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. തുടർന്ന് ജനപ്രതിനിധികളെ കൂടി വനം വകുപ്പിന്റെ വാഹനത്തിൽ കയറ്റിയ ശേഷമാണ് പുലിയെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോയത്.
IPL എലിമിനേറ്ററിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റെക്കോർഡുകൾ തിരുത്തി രോഹിത് ശർമ്മയുടെ പ്രകടനം. 50 പന്തിൽ നിന്ന് 81 റൺസാണ് രോഹിത് നേടിയത്. രോഹിത്തിന്റെ സമ്പാദ്യമായി 4 സിക്സും 9 ഫോറും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. ഇതോടെ IPL-ൽ 300 സിക്സറുകൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം രോഹിത്തിന് സ്വന്തമായി. 271-ാം IPL മത്സരത്തിലാണ് രോഹിത് ഈ നേട്ടം സ്വന്തമാക്കിയത്. IPL-ൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന രണ്ടാമത്തെ താരമെന്ന നേട്ടവും രോഹിത്തിനാണ്. ഇതോടൊപ്പം IPL-ൽ 7000 റൺസ് എന്ന നാഴികക്കല്ലും രോഹിത് പിന്നിട്ടു. 266 മത്സരങ്ങളിൽ നിന്ന് 8618 റൺസ് നേടിയ വിരാട് കോഹ്ലിയാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.